അഞ്ചിന്റെ മുഞ്ചിൽ അത്ലറ്റിക്കോ ബിൽബായുടെ നെഞ്ചത്ത് റീത്ത് വെച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ബാർസയുടെ നയനസുന്ദരമായ അഴിഞ്ഞാട്ടമായിരുന്നു. 60,000-ഓളം പരം കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് അരങ്ങേറിയ മത്സരത്തിൽ ബിൽബാവോയെ ബാർസലോണ ചാരമാക്കി കളഞ്ഞു. മത്സരത്തിലെ ആദ്യ പകുതിയിൽ തന്നെ അത്രമേൽ ലാഘവത്തോടെ എതിരാളികളെ വരെ കാണികളാക്കിക്കൊണ്ട് കാറ്റലോണിയൻ പട തകർത്താടുകയായിരുന്നു. പൂർണ്ണ നിലാവുള്ള ചന്ദ്രന്റെ ശോഭയിൽ ബാർസയുടെ ഓരോ പാതിരാ നൃത്തം ഓരോ ബാർസ ആരാധകന്റെയും നെഞ്ചിലൂർന്ന സഞ്ചാരമായി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 16 മിനിറ്റുകൾ മുതലാണ് ഈ ജൈത്രയാത്രയുടെ ചലനങ്ങൾക്ക് നീക്കം കുറിക്കുന്നത്. വലതുവിങ്ങിൽ നിന്നും റൂണി മനോഹരമായ പന്ത് പെഡ്രിയിലേക്ക് എത്തിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കം മുതലേ ഊർജം ചോർന്നുപോയ അത്ലറ്റിക്കോ ബിൽബാവോയുടെ പ്രതിരോധ കോട്ട അഴിഞ്ഞ കണ്ണുകളോടെ ഒരു നിമിഷം പെഡ്രിയുടെ കാലുകളിലേക്ക് നോട്ടം തിരിക്കുന്നു. ഒരു ഷോട്ട് ഉതിർത്തെങ്കിലും അത്ലറ്റിക്കോ ബിൽബാവോയുടെ ഗോൾ കീപ്പർ ഉനൈ സിമോൺ കൈപ്പിടിയിൽ ഒതുക്കി. നിരാശയാൽ ആരാധകർ തല താഴ്ത്തുന്നു. മത്സരത്തിന്റെ 21-ാം മിനിറ്റിൽ ലഭിച്ച അവസരമൊത്ത ചാൻസ് ഫെർമിൻ ലോപ്പസ് കളഞ്ഞു കുളിച്ചു. എന്നാൽ മത്സരത്തിലേക്കുള്ള വഴിത്തിരിവ് 22-ാമത്തെ മിനിറ്റിലായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ബാർസലോണയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ്. ബിൽബാവോയുടെ ബോക്സിനുള്ളിൽ നിന്ന് തന്നെ ഫെർമിൻ ലോപ്പസ് നൽകിയ പാസ് ഫെറാൻ ടോറസ് കൃത്യമായി പിടിച്ചെടുക്കുകയും അനായാസം വലയിലേക്ക് എത്തിക്കുകയും ചെയ്തതോടെ സ്കോർ ബോർഡ് ചലിച്ചു തുടങ്ങി. അത്ലറ്റിക്കോ ബിൽബാവോ പന്തിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെടുന്നതാണ് മത്സരത്തിലുടനീളം നാം കണ്ടത്. ആ പരാജയം മുതലാക്കിക്കൊണ്ട് തന്നെ ബാർസ കളിക്കളത്തിൽ നിറഞ്ഞാടുകയായിരുന്നു. 8 മിനിറ്റുകൾക്കകം കാറ്റലോണിയൻ പടയുടെ രണ്ടാമത്തെ ഗോളും പിറന്നു. രണ്ടാം ഗോളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബാർസയുടെ ടീം വർക്കിനെ തന്നെയാണ്. വലതു പാർശ്വത്ത് നിന്ന് റാഫിഞ്ഞ നൽകിയ കൃത്യമായ പാസ് ബോക്സിനുള്ളിൽ വെച്ച് ഫെർമിൻ ലോപ്പസ് കാലുകളിൽ ഒതുക്കുന്നു. ഒരു ക്ലോസ് റേഞ്ച് ഷോട്ടിലൂടെ പന്തിനെ വലയിലേക്ക് പായിക്കുന്നു. സ്കോർ ബോർഡിൽ 2-0. റൂണി ബാർജിയുടെ ഭാഗ്യവും കരുത്തുറ്റ കഴിവും ലയിച്ചു തീർന്ന ഗോളായിരുന്നു മൂന്നാമത്തേത്. ബിൽബാവോ പ്രതിരോധ താരത്തെ കബളിപ്പിച്ച് മുന്നോട്ടൊരനക്കവും പൊടുന്നനൊരു ഷോട്ടും തൊടുത്തുവിട്ടു. ഗോൾ കീപ്പർ ഉനൈ സിമോൺ പന്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കൈകളിൽ നിന്ന് വഴുതി വലയിലേക്ക് തെന്നി നീങ്ങി. തുടരെ 4 മിനിറ്റുകൾക്കകം ബാർസ ആരാധകരെ പ്രകമ്പനം കൊള്ളിച്ചു. അതെ, റൂണിയുടെ ഗോൾ പിറന്ന് 4 മിനിറ്റുകൾക്കകം മത്സരത്തിലെ ഏറ്റവും മനോഹരമായ ആ ഗോളും പിറക്കുകയാണ്. സാമ്പ ചലനത്തിനൊപ്പം റാഫിഞ്ഞ തൊടുത്തുവിട്ട ഇടങ്കാൽ ഷോട്ട് പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് പറന്നിറങ്ങി. അടിക്കടി വിഴുങ്ങേണ്ടി വന്ന ഗോളുകളുടെ ബലഹീനതയിൽ ആദ്യ പകുതിയിൽ തന്നെ ബിൽബാവോ തകിടം മറിഞ്ഞു. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ കനക കിരീടത്തിനുമേലുള്ള മോഹം മകന്നകന്ന് എങ്ങോട്ടോ ഒളിച്ചുപോയി. രണ്ടാം പകുതിയിൽ 5 ഗോളുകൾ നേടാനായാൽ അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ മോഹത്തിന്റെ ബാണ്ടക്കെട്ടയച്ച് മൂകരാവാം. മത്സരം നിയന്ത്രിച്ച റഫറി അലജാൻഡ്രോ മൂനിസ് റൂയിസ് എന്ന റഫറി രണ്ടാം പകുതിക്ക് വിസിലൂതി. എന്നാൽ 5 മിനിറ്റിനകം ശവത്തിൽ കുത്തുന്നത് പോലെ റാഫിഞ്ഞയുടെ രണ്ടാമത്തെ ഗോളും പിറവികൊണ്ടു. പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ അത്ലറ്റിക്കോ ബിൽബാവോ ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പൂർണ്ണ പരാജയത്തിൽ അവസാനിക്കുകയായിരുന്നു. യുവതാരം റൂണിയെക്കുറിച്ച് എത്ര വാഴ്ത്തിയാലും മതി വരില്ല. കാരണം അത്രക്കും ആകസ്മികമായ പ്രകടനമാണ് താരം കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. 2 അസിസ്റ്റും 1 ഗോളും അടങ്ങിയതാണ് താരത്തിന്റെ ഈ മത്സരത്തിലെ സമ്പാദ്യം. ടീമിന്റെ നിലനിൽപ്പിന് കോട്ടം വരാതിരിക്കാൻ ഒരു പ്ലെയർ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് റാഫിഞ്ഞയാണെന്നാണ് ഏത് ഫുട്ബോൾ ആരാധകനും നിസ്സംശയം പറയുക. മത്സരത്തിലെ മികച്ച താരവും റാഫിഞ്ഞയാണ്. 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് താരത്തിന് നേടാനായത്. ജൂൾസ് കോണ്ടയും പൗ കുബാർസിയും തീർത്ത ബാർസ പ്രതിരോധം ബിൽബാവോയുടെ ഇനാക്കി വില്യംസിനെ ഗോൾ നേടുന്നതിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും തടയുകയായിരുന്നു. 5-ാം ഗോളിന് ശേഷം അനാവശ്യമായി ആക്രമിച്ച് മുന്നേറുന്നതിന് പകരം പന്ത് നിലനിർത്തുന്നതിലാണ് ബാർസലോണ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആ കളിശൈലി ബിൽബാവോ താരങ്ങളെ അത്രമേൽ ക്ഷീണിപ്പിച്ചു. മാത്രമല്ല, വരാനിരിക്കുന്ന ഫൈനൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മത്സരം 70 മിനിറ്റിലേക്ക് അടുത്തുപോയപ്പോഴേക്കും കളിയിലെ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച റാഫിഞ്ഞ, പെഡ്രി, ഡിയോങ് എന്നീ താരങ്ങളെ ഹാൻസി ഫ്ലിക്ക് പിൻവലിച്ചു. പകരം ലാമിൻ യമാൽ, ഡാനി ഓൾമോ, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരെ കളത്തിലേക്ക് ഇറക്കുകയും അതോടെ പ്രാരംഭത്തിലെ അതേ ഊർജം ബാർസ വീണ്ടെടുക്കുകയും ചെയ്തു. ബാർസയുടെ ഗോൾ കീപ്പർ ജോൺ ഗാർഷിയ മികവുറ്റ സേവുകൾ നടത്തുകയും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം പകുതിയിൽ സമ്മർദ്ദങ്ങളില്ലാതെ കരുത്തുറ്റ ആത്മവിശ്വാസത്തോടെ കൂടിയാണ് ബാർസ മത്സരം നിയന്ത്രിച്ചത്. ഈ വിജയത്തോടുകൂടി സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ പോരിന് ബാർസ യോഗ്യത നേടിക്കഴിഞ്ഞു. ഈ സീസണിലെ തങ്ങളുടെ ആദ്യ കിരീടത്തിനാണ് ബാർസ ബൂട്ട് കെട്ടിയിറങ്ങുക.
നാളെ നടക്കാനിരിക്കുന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമായിരിക്കും ബാർസയ്ക്കെതിരെ അംഗത്തിനിറങ്ങുക. സൗദിയുടെ മണ്ണിൽ ഒരു എൽ ക്ലാസിക്കോ പിറവിയെടുക്കുമോ എന്നതാണ് ഫുട്ബോൾ ആരാധകർ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തിരുന്നാലും കണ്ടിരുന്നു കാണാം.